ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ വന്നത് ഈ കാണുന്ന ജയ്സൽമീർ ഫോർട്ടിലേക്കാണ് കേട്ടോ. ജയ്സൽമീറിന് വേറൊരു പേരും കൂടിയാണ് കേട്ടോ, ഗോൾഡൻ സിറ്റി എന്ന്. ഇങ്ങനെ പേര് വരാൻ ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. കാരണം ഈ നഗരത്തിലെ എല്ലാ ബിൽഡിങ്സും തന്നെ മഞ്ഞ മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ എല്ലാ ബിൽഡിങ്സും തന്നെ നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴും ജനങ്ങൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന ഒരു കോട്ടയാണ് കേട്ടോ ഈ ഒരു ജയ്സൽമീർ കോട്ട എന്ന് പറയുന്നത്. ഇവിടെ തലമുറകളായിട്ട് താമസിച്ചു വരുന്ന കുറച്ച് സമുദായങ്ങളാണ് കേട്ടോ, ഭട്ടി രജപുത്രരും ബ്രാഹ്മൺ കുടുംബങ്ങളും അതുപോലെ മറ്റു പല സമുദായക്കാരും. ഈ കുടുംബങ്ങളിലെ ആളുകളാണ് കേട്ടോ ഇവിടെ മെജോറിറ്റിയും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. ഈ ഒരു കോട്ടയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു തരി സിമന്റ് പോലും യൂസ് ചെയ്യാതെയാണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്, അതും ഒരു ഇന്റർലോക്ക് സംവിധാനത്തിലൂടെ. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് പോലും ഈ കോട്ടയ്ക്ക് വലിയ കേടുപാടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് ജയ്സൽമേർ കോട്ടയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ്. മഹാരാജ മഹൽ എന്നാണ് ഈ ഒരു കൊട്ടാരത്തെ പിടിക്കുന്നത്. ഇത് മുൻകാലങ്ങളിലെ ജയ്സൽമീർ ഭരിച്ചിരുന്ന ഭട്ടി രജപുത്ര രാജാക്കന്മാരുടെ വസതിയായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇത് മ്യൂസിയം ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവരുടെ പ്രധാന വരുമാനവും ഉപജീവന മാർഗവും എന്നൊക്കെ പറയുന്നത് അവർ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. അതിൽ ചിലതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൈത്തറി ഉൽപ്പന്നങ്ങള്, പിന്നെ മനോഹരമായിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വസ്ത്രങ്ങള്, പിന്നെ കാർപ്പറ്റ്സ്, ബെഡ്ഷീറ്റ്സ്, അതൊക്കെ നമുക്കിവിടെ ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളതും. കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സജീവമായിട്ടുള്ള വിപണന മേഖല നമുക്ക് കാണാനായിട്ട് കഴിയട്ടോ. ഈ ഒരു കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. നമ്മൾ ജോധ്പൂർ പോയപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബ്ലൂ കളറിലെ ബിൽഡിങ്സ് ആണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ജയ്സൽമീറിലെ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം യെല്ലോ കളറിലെ ബിൽഡിങ്സ് ആണ് കാണാൻ കഴിയുന്നത്. കോട്ടയ്ക്കുള്ളിലായിട്ട് നിരവധി ചെറിയ റെസ്റ്റോറൻറ്റ്സും കഫേസും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ കാണുന്ന കഫേ. ഈ കോട്ടയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലേക്കൊന്ന് ക്ഷീണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് ഇത്തരം കഫേസ് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ കോട്ടയുടെയും മരുഭൂമിയുടെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഈ ഒരു കഫേയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ജയ്സൽമീർ കോട്ടയിൽ നിന്നൊക്കെ ഇറങ്ങി ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്പൊ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഗഡിസാർ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ജയ്സൽമീർ കോട്ടയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ തടാകമാണ് കേട്ടോ. മരുഭൂമി ജലക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് 14ാം നൂറ്റാണ്ടില് മഹാറാവൽ ഗജ്ജി സിംഗ് ആണ് ഈ ഒരു തടാകം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വൈകുന്നേരമൊക്കെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സൂര്യാസ്തമയം കാണാനും അതുപോലെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്.
അങ്ങനെ ദേ നമ്മുടെ ലാസ്റ്റ് റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഹെറിറ്റേജ് ജുമാ റിസോർട്ട്. ഇതാണ് നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിലെ ഏറ്റവും അവസാനത്തെ റിസോർട്ട് എന്ന് പറയുന്നത്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഒരു 7 ദിവസത്തെ അടിപൊളി ട്രിപ്പിന് ശേഷം അങ്ങനെ ദേ നമ്മൾ ആ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സറൗണ്ടിങ്സ് ഫുള്ള് കാണാനായിട്ട്. ഒരു മരുഭൂമി വൈബിന് പറ്റിയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു റോയൽ ഡിന്നറൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ ഒത്ത് തന്നെ റോയൽ ഡിന്നർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെജ് ആയിപ്പോയി റോയൽ ഡിന്നർ. നമ്മൾ വിചാരിച്ചത് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും, ഫുൾ വെജ് ആയിപ്പോയി. ലാസ്റ്റ് ഡേ പൊളിക്കാന്നൊക്കെ പറഞ്ഞാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു പൂളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പൂളിലെ വെള്ളം എത്രത്തോളം സേഫ് ആണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പൂളിലൊന്നും ഇറങ്ങാനായിട്ട് പോയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ റൂം വരുന്നത്. ഈ സൈഡിലൊക്കെ കോട്ടന്റെ ഒരു ഷീറ്റ് വെച്ചാണ് കേട്ടോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊക്കത്തൊക്കെ സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സൈഡ്സിൽ മാത്രം കോട്ടന്റെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ക്ലീനൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും തവളയൊക്കെ എവിടെ നിന്നൊക്കെയോ കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല. രാജസ്ഥാനിൽ വന്നിട്ട് നമ്മൾ കുറെ കോട്ടകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ജയ്സൽമീറിൽ കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാനുണ്ട്. നമ്മളിന്ന് കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മരുഭൂമിയിലൂടെ കുറച്ച് ജീപ്പ് സഫാരി ഉണ്ട്. പിന്നെ നമ്മൾ ഒട്ടകത്തിന്റെ മേളിൽ കയറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ രാജസ്ഥാനി ട്രഡീഷണൽ ഡാൻസും പാട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ 7 ദിവസത്തെ രാജസ്ഥാൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് കാണും വരെ